മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള വിവാദ തിരുവാതിരപ്പാട്ടിന് ശേഷം വീണ്ടും ഒരു വാഴ്ത്തുപാട്ട് കൂടി പുറത്തുവരുന്നു. കാവലാൾ എന്ന് പേരിട്ടുള്ള പാട്ടിൽ പിണറായിയെ ഫീനിക്സ് പക്ഷിയായും പടയുടെ നടുവിൽ പടനായകനായും വിശേഷിപ്പിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടനയുടെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് വാഴ്ത്തുപാട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. CPM സമ്മേളനങ്ങൾക്കിടെ പുറത്തുവരുന്ന വാഴ്ത്തുപാട്ട് പാർട്ടിക്കുള്ളിലും പുറത്തും ചൂടേറിയ ചർച്ചകൾക്ക് വഴിതെളിച്ചേക്കും. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇടത് സംഘടനയാണ് പാട്ടിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 100 വനിതകൾ ചേർന്ന് നാളെ ഈ ഗാനം ആലപിക്കും. ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരൻ പൂവത്തൂർ ചിത്രസേനൻ രചിച്ച ഗാനത്തിന് നിയമവകുപ്പിലെ അസിസ്റ്റന്റ് സെക്രട്ടറി വിമലാണ് സംഗീതം പകർന്നത്. സംഘടനയിലെ അംഗങ്ങൾ തമ്മിലുള്ള പടലപ്പിണക്കത്തിന്റെ ഭാഗമായാണ് പാട്ടിലെ വരികൾ നേരത്തെ പുറത്തു വന്നത്. ചേരിപ്പോരിന്റെ ഭാഗമായി രണ്ടായി പിളർന്നു നിൽക്കുന്ന സംഘടനയിൽ പി ഹണിയുടെ നേതൃത്വത്തിലുള്ള നിലവിലെ ഭരണസമിതിക്കാണ് മുഖ്യമന്ത്രിയുടെയും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയുടെയും പിന്തുണ. ഇത് ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് ഗാനരചന നടന്നിട്ടുള്ളത്. 3 വർഷം മുമ്പ് നടന്ന CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാറശാലയിൽ അവതരിപ്പിച്ച മെഗാ തിരുവാതിര പിണറായിയുടെ വാഴ്ത്തുപാട്ടായി മാറിയതിൽ വിവാദമുയർന്നിരുന്നു. എന്നാൽ അന്നത് പാർട്ടിയിൽ വലിയ തോതിലുള്ള ചർച്ചയാക്കാൻ ആരും തയ്യാറായിരുന്നില്ല. നിലവിൽ CPM ജില്ലാ സമ്മേളനങ്ങൾ അവസാനിക്കാനിരിക്കെ പുറത്തുവന്ന പാട്ടിനെ ചൊല്ലി ഇനി നടക്കാനിരിക്കുന്ന ജില്ലാ സമ്മേളനങ്ങളിൽ ചർച്ചയുണ്ടായേക്കാം. മുമ്പ് കണ്ണൂരിലെ നേതാവ് P ജയരാജനെ പുകഴ്ത്തി കണ്ണൂരിൽ താരകമല്ലോ ചെഞ്ചോരപ്പൊൻ കതിരല്ലോ നാടിൻ പ്രിയ നായകനല്ലോ P ജയരാജൻ ധീരസഖാവെന്ന് തുടങ്ങുന്ന പാട്ട് വലിയ തോതിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ പുറത്തിറങ്ങിയ പാട്ട് P ജയരാജന്റെ വ്യക്തിപൂജയാണെന്ന തരത്തിലാണ് പാർട്ടിക്കുള്ളിൽ വിവാദമുയർന്നത്. തുടർന്ന് ജയരാജൻ തന്നെ പാട്ടിനെ തള്ളി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതേസമയം ഇതേ പരിപാടിക്ക് കഴിഞ്ഞ ദിവസം വെച്ച കൂറ്റൻ ഫ്ലെക്സ് വിവാദങ്ങളിൽപ്പെട്ടിരുന്നു. ഫ്ലെക്സിലെ മുഖ്യ ആകർഷണവും പിണറായി തന്നെയായിരുന്നു. തുടർന്ന് വിലക്ക് ലംഘിച്ച് സെക്രട്ടേറിയറ്റിന്റെ മതിലിനോട് ചേർന്ന് ഭരണാനുകൂല സർവീസ് സംഘടന സ്ഥാപിച്ച ഫ്ലെക്സ് തിരുവനന്തപുരം കോർപ്പറേഷൻ വലിച്ചുകീറി നീക്കുകയും ചെയ്തു. പ്ലാസ്റ്റിക് ഫ്രീ സോൺ എന്ന ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നിടത്താണ് ഉദ്യോഗസ്ഥ സംഘടന ഫ്ലെക്സ് സ്ഥാപിച്ചത്. എന്നാൽ ഫ്ലെക്സ് നീക്കണമെന്ന കോർപ്പറേഷൻ നിർദ്ദേശത്തിന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പുല്ലുവില നൽകിയതോടെയാണ് നടപടി.